Dear UPSC aspirants, welcome to Gallant IAS. ഇന്ന് നമുക്കൊപ്പം ഉള്ളത് അതിഥിയാണ്, അതിഥി കൃഷ്ണദേവ്. She has secured All India rank 451 in CSE 2025 in her very first attempt. So, hearty congratulations, Aditi. Thank you, sir. So, കുട്ടികൾ അറിയാൻ ആഗ്രഹിക്കുന്ന UPSC CSE 2027 പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ അറിയാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അതിഥിയോട് ചോദിക്കുന്നു. It's like, first of all, okay, with regard to current affairs, for many it's a Herculean task. ന്യൂസ്പേപ്പറിന്റെ ഒരു അപ്രോച്ച് അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ റീഡിങ് എങ്ങനെയായിരുന്നു അതിഥി ഹാൻഡിൽ ചെയ്തത്? So about newspapers, ഞാൻ കുട്ടിക്കാലം തൊട്ട് മലയാളം ന്യൂസ് പേപ്പേഴ്സ് വായിച്ചിരുന്നു. അതെന്റെ അച്ഛൻ ഉണ്ടാക്കിയെടുത്ത ഒരു ശീലമാണ്. സോ ന്യൂസ് പേപ്പർ വായിക്കും. ആൻഡ് ഞങ്ങൾക്ക് മന്ത്ലി ക്വിസ് എന്ന് പറഞ്ഞൊരു പരിപാടിയും സ്കൂൾ ലെവലിൽ ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് ന്യൂസ് പേപ്പർ മെയിൻലി വായിക്കുക. അപ്പം തന്നെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് അതിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യുക, പഠിക്കുക എന്നുള്ള കാര്യമൊക്കെ ഉണ്ടാക്കിയെടുത്തിരുന്നു. ബട്ട് അതൊരു വളരെ ചെറിയ ലെവൽ, UP സ്കൂളിലൊക്കെ നമ്മൾ എങ്ങനെ ചെയ്യുന്ന ലെവലിലാണ്. പക്ഷെ UPSCയിലേക്ക് വന്നപ്പോ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറിലേക്ക് മാറേണ്ടി വന്നു. അപ്പൊ ഞാൻ ആദ്യമായിട്ട് തുടങ്ങിയത് ദ ഹിന്ദു വായിച്ചിട്ടാണ്. ഹിന്ദു വായിക്കുമ്പോൾ ആദ്യം എനിക്കൊരു 2-2.5 മണിക്കൂറൊക്കെ ഒരു ദിവസം ന്യൂസ് പേപ്പർ വായിക്കാൻ തന്നെ എടുക്കുമായിരുന്നു. പയ്യെ പയ്യാണ് ഏതൊക്കെ ന്യൂസ് പേപ്പറിലെ തന്നെ ഏതൊക്കെയാണ് വായിക്കേണ്ടത് ന്യൂസസ് എന്നുള്ള കാര്യം ഐഡന്റിഫൈ ചെയ്ത് അങ്ങനെ വായിക്കാൻ തുടങ്ങിയത്. അപ്പോഴേക്കും തന്നെ കുറെ സമയം കുറഞ്ഞു. പിന്നീട് ഞാൻ ചെയ്തിരുന്നത് എന്താ വെച്ചാല് ന്യൂസ് പേപ്പർ വായിക്കും, അതിനോടൊപ്പം തന്നെ പറ്റുകയാണെങ്കിൽ ഞാനിപ്പോ ഒരു PCM കോഴ്സ് എടുത്തിരുന്നപ്പോ അതിന്റെ ഉള്ളിൽ നമുക്ക് കറണ്ട് അഫയേഴ്സ് ക്ലാസ് കിട്ടുമായിരുന്നു. ഒരു ദിവസത്തെ ന്യൂസ് പേപ്പർ എങ്ങനെയാണ് വായിക്കേണ്ടത്, അതിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ആയിട്ട് നമ്മൾ പ്രീവിയസ്ലി, അതായത് ഇപ്പൊ ന്യൂസ് പേപ്പറിലുള്ള മുന്നേ നടന്ന കാര്യങ്ങളുടെ എന്തൊക്കെയോ കണ്ടിന്യൂഷൻ ആണ് അവിടെ ഉണ്ടാവുക. അപ്പൊ എന്തൊക്കെയാണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്നൊക്കെ കിട്ടുമായിരുന്നു. അത് മനസ്സിലാക്കിയിട്ട് പിന്നീട് ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ കുറച്ചുകൂടി സമയം കുറവ് മതിയായിരുന്നു. ആൻഡ് ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ മെയിൻലി ഞാൻ മെയിൻസിന് വേണ്ടി ചെയ്തിരുന്നത് ഡേറ്റാസ് ആൻഡ് എക്സാമ്പിൾസ് പെക്യുലർ ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് ഞാൻ നോട്ട് ചെയ്ത് വെക്കായിരുന്നു. അതുകൊണ്ട് തന്നെ മെയിൻസിന്റെ ഒരു വാല്യൂ അഡീഷൻ ആയിട്ട് എനിക്കത് യൂസ് ചെയ്യാൻ പറ്റി. വളരെ കൺസൈസ് ആയിട്ടുള്ള ഒരു നോട്ടായിരുന്നു. അതുകൊണ്ട് റിവിഷനും വളരെ എളുപ്പമായിരുന്നു. ഇപ്പൊ നമ്മള് അതിഥി ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്തു എന്ന് പറയുമ്പോൾ അത് ഒരുപാട് കുട്ടികൾക്ക് മോട്ടിവേഷൻ ആണ്. മൈ ക്വസ്റ്റ്യൻ ഈസ്, ഓക്കെ, ദർ ഈസ് എ ബിഗിനർ, മേ ബി അയാൾ ഡിഗ്രി കഴിഞ്ഞു അല്ലെങ്കിൽ PG കഴിഞ്ഞു, ഫസ്റ്റ് ടൈം സ്റ്റാർട്ടിങ് ഫോർ സിവിൽ സർവീസ് എക്സാമിനേഷൻ അല്ലെങ്കിൽ പ്രിപ്പറേഷൻ ഈ ഒരു ജൂണിലോ ജൂലൈയിലോ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ഒരു വർഷം കൊണ്ട് അയാൾ ഈ പ്രിലിംസ് മെയിൻസ് പഠിച്ച് ലൈക്ക് ഇതിന്റെ പ്രിലിംസ് മെയിൻസ് ഇന്റർവ്യൂ സ്റ്റേജസ് ക്ലിയർ ചെയ്യാനായിട്ട് മസ്റ്റായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ അത് എന്തൊക്കെയായിരിക്കും? ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഒരു പ്ലാൻ വേണം എന്നുള്ളതാണ്. നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചേർന്ന് PCM കോഴ്സ് എടുക്കുകയാണെങ്കിൽ അവരായി തന്നെ നമുക്കൊരു പ്ലാൻ തരും. സ്വന്തമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഒരു പ്ലാൻ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് മെയിൻലി. കാരണം ഈ എക്സാമിന്റെ 3 സ്റ്റേജസിന് 3 രീതിയിലാണ് പഠിക്കേണ്ടത്. അത് ചിലപ്പോ നമ്മളായി തന്നെ ചെയ്യുകയാണെങ്കിൽ വേഗം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണമെന്നില്ല. ഒരു മെന്റർ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടെങ്കിൽ അവർ വേഗം നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും. പ്രിലിംസിന് ഈ രീതിയിൽ പഠിച്ചാൽ മതി, മെയിൻസിന് ഈ രീതിയിലാണ് പഠിക്കേണ്ടത് എന്നുള്ള രീതിയിൽ. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ കൃത്യമായ ഒരു റിവിഷൻ പാറ്റേൺ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു ദിവസം ക്ലാസ് കേട്ടിട്ടുണ്ടെങ്കിൽ അന്ന് എന്തായാലും ആ ഒരു നോട്ട് പോയിട്ട് വായിക്കും. ഞാൻ ലെക്ചർ നോട്ട്സ് വളരെ നന്നായി എഴുതുന്ന ഒരാളായിരുന്നു. സോ ലെക്ചർ നോട്ട്സ് ഇങ്ങനെ വൃത്തിയില്ലാണ്ട് നമ്മൾ യൂഷ്വലി ഇരിക്കുമ്പോൾ അങ്ങനത്തെ അല്ല, വൃത്തിയായി തന്നെ എഴുതുമായിരുന്നു. അതുകൊണ്ട് എനിക്ക് വേറൊരു നോട്ട് എഴുതാനുള്ള സമയം എടുക്കേണ്ട ആവശ്യമില്ല. സോ ലെക്ചർ നോട്ട്സ് അത് വീണ്ടും രാത്രി ഒരു ദിവസം വീട്ടിൽ പോയി വായിക്കും. 2 ദിവസം കഴിയുമ്പോൾ ആ നോട്ട്സിന്റെ അകത്ത് അത് വായിക്കാതെ അന്ന് എന്തൊക്കെയായിരുന്നു പഠിപ്പിച്ചത് എന്നുള്ള സബ് ടോപ്പിക് എങ്കിലും എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ആക്റ്റീവ് റീകോളിംഗ് ചെയ്യുമായിരുന്നു. അപ്പോഴേക്കും തന്നെ ഏകദേശം 50% ഓഫ് ദ ടോപ്പിക് എന്റെ മനസ്സിലുണ്ടാവും. പിന്നെ ആ സബ്ജക്റ്റിന്റെ ഒരു എക്സാം വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ എടുക്കണം എന്നുള്ള രീതിയിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്തുന്നുണ്ടെങ്കിൽ അങ്ങനെ, അതല്ലാന്നുണ്ടെങ്കിൽ മോക്ക് പേപ്പേഴ്സ് ഓൺലൈനിൽ ഒരുപാട് കിട്ടും. അങ്ങനത്തെ മോക്ക് പേപ്പേഴ്സ് എല്ലാം സെലക്ട് ചെയ്തിട്ട് അത് എഴുതാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ഒന്നും കൂടെ ഒന്ന് പ്രിപ്പയർ ചെയ്യാം. അപ്പൊ വീണ്ടും ഒരു റിവിഷൻ നടക്കും. അങ്ങനെ ഒരാഴ്ചക്കുള്ളിൽ 3 റിവിഷൻ നടക്കുമ്പോൾ ഏറെക്കുറെ നമ്മുടെ ടോപ്പിക്സ് ഒക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. പിന്നീട് ഒരു റിവിഷൻ ടെസ്റ്റ് എടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ PTS ആയിട്ട് എടുക്കുന്ന സമയത്തോ അത് ഒരിക്കൽ കൂടെ റിവൈസ് ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. സോ ഈ റിവിഷനിലൂടെയാണ് ഞാൻ മിനിമം കണ്ടന്റ് വെച്ചിട്ട് കാര്യങ്ങൾ ചെയ്തത്. So again, about revision is there should have a proper plan, a study plan, study strategy, and of course there should be active recalling series or a revision series they should have. I would like to add one more thing also.
നമ്മൾ ഒരു കണ്ടന്റ് കിട്ടാൻ വേണ്ടി പല കാര്യങ്ങൾ തപ്പി നടന്ന് എടുക്കുന്ന ഒരു ശീലം യൂഷ്വലി ഉണ്ടാവാറുണ്ട്. എന്റെ തുടക്കത്തിൽ ഞാനും അങ്ങനെ ഒരു കാര്യം ചെയ്തിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്യുന്നതിനേക്കാൾ നമ്മുടെ ഒരു കണ്ടന്റ് മിനിമം ആക്കി വെച്ച് അതിനെ തന്നെ വീണ്ടും വീണ്ടും പഠിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കറന്റ് റെലവൻസ് ഉള്ള കാര്യങ്ങളാണെങ്കിൽ നമ്മൾ PTS ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് അതിന്റെ ഉള്ളിൽ നിന്ന് എന്തായാലും കിട്ടും. അപ്പൊ പോയിന്റ്സ് ആഡ് ഓൺ ചെയ്യാം. അതല്ലാണ്ട് 2-3 സ്റ്റാൻഡേർഡ് ബുക്സ് വായിക്കുക, NCERTs വീണ്ടും വായിക്കുക, അങ്ങനെ ചെയ്യുന്നതിൽ അർത്ഥമില്ല. NCERT ആണ് ബേസ് കണ്ടിട്ടുണ്ടെങ്കിൽ NCERT, പിന്നെ ഒരു സ്റ്റാൻഡേർഡ് ബുക്ക് ഉണ്ടെങ്കിൽ ഉണ്ട്, അല്ല സ്വന്തം നോട്ടാണെങ്കിൽ അങ്ങനെ, അത്രയും മാത്രം ഉപയോഗിക്കുക, അത് തന്നെ റിവൈസ് ചെയ്യുക. ഓക്കെ, പിന്നെ കുട്ടികൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കോൺസെപ്റ്റ്, ഇപ്പം certain subjects are there when it comes to be it history or geography, having a vast syllabus modules. അപ്പൊ അങ്ങനെയുള്ള സബ്ജക്ട്സ് ഹാൻഡിൽ ചെയ്ത ഒരു സ്ട്രാറ്റജി എന്തായിരുന്നു, അത് എന്തായിരുന്നു അതിന് വേണ്ടി ചെയ്തത്? അഗൈൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ലാസ്സിൽ വളരെ ആക്റ്റീവ് ആയിട്ടാണ് ഞാൻ ഇരുന്നുകൊണ്ടിരുന്നത്. സോ എന്തെങ്കിലും ഡൗട്ട്സ് വന്നാലും അവിടെ വെച്ച് തന്നെ തീർക്കുന്ന രീതിയിൽ ഒരു ബേസ് ഫൗണ്ടേഷൻ വളരെ സ്ട്രോങ് ആയി ഉണ്ടാക്കിയെടുത്തു. അത് ഞാൻ തന്നെ വേണം എന്ന് വെച്ചാൽ ആക്റ്റീവായി ചെയ്ത കാര്യമാണ്. നമ്മൾ യൂഷ്വലി ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ അത്ര അറ്റൻറ്റീവായി ഇരിക്കില്ലല്ലോ, ഞാൻ അങ്ങനെ ഇരിക്കാനേ പാടില്ല എന്നുള്ളത് ആദ്യമേ ഉറപ്പിച്ചിരുന്നു. ശേഷം ചെയ്തിരുന്നത് എന്താന്ന് വെച്ചാല് ഈ ടോപ്പിക്സ് തന്നെ നമ്മൾ വളരെ വാസ്റ്റായി തോന്നുകയാണെങ്കിലും ക്ലാസ്സിൽ ചെറിയ ചെറിയ ടോപ്പിക്സ് ആയിട്ടാണ് എടുക്കുക. ആ ടോപ്പിക്സിനെ സിലബസും PYQസും വെച്ച് അനലൈസ് ചെയ്ത് ഏതാണ് ഇമ്പോർട്ടന്റ് എന്ന് മനസ്സിലാക്കി അതിന്റെ അകത്ത് എന്തെങ്കിലും നോട്ടോ വാല്യൂ ആഡഡ് പോയിന്റ്സോ ഉണ്ടാക്കാനുണ്ടെങ്കിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതും എന്റെ നോട്ട്സിന്റെ സൈഡിൽ എഴുതാനാണ് പതിവ്. പ്രത്യേക ഒരു നോട്ട് ഉണ്ടാക്കാൻ സമയം ഉണ്ടായിരുന്നില്ല. സോ അങ്ങനെയാണ് ഞാൻ പഠിച്ചത്. പിന്നെ ഒരുപാട് ആൻസർ എഴുതുമായിരുന്നു. ആൻസർ എഴുതുമ്പോൾ നമ്മൾ അറിയാണ്ട് തന്നെ നമ്മുടെ ആൻസർ റൈറ്റിംഗ് ഒരുപാട് റിഫൈൻഡ് ആവും. നൈസ്, ഗ്രേറ്റ്. അഗെയിൻ കമ്മിങ് ടു ആൻസർ റൈറ്റിംഗ്, ഇപ്പം എനിക്കറിയാവുന്ന ഒരുപാട് കുട്ടികൾ ഐ വുഡ് സേ ലൈക്ക് ക്ലിയർ ചെയ്തവരും അൺഫോർച്ചുനേറ്റ്ലി ക്ലിയർ ചെയ്യാൻ പറ്റാത്ത കുട്ടികളും തമ്മിലുള്ള ഒരു വ്യത്യാസം എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രാക്ടീസിന് കാര്യമായിട്ട് പ്രാധാന്യം കൊടുക്കുന്നില്ല. ഐ മീൻ ദോസ് ഗൈസ് ഹു ക്ലിയർഡ് ദ യൂസ് ടു അലോങ് വിത്ത് ദ പ്രിപ്പറേഷൻ അവരെന്താ വെച്ചാൽ സാമാന്യം നല്ല രീതിയിൽ ആൻസേഴ്സ് എഴുതി പ്രാക്ടീസ് ചെയ്ത് തെളിഞ്ഞു എന്നുള്ളതാണ്. ഇനി ഒരു കാറ്റഗറി കുട്ടികൾ എന്താ വെച്ചാൽ അവർ യുനോ ഫുള്ളി ഫോക്കസ്ഡ് ഓൺ ദീസ് ലേണിംഗ് പാർട്ട്, കണ്ടിന്യൂസ്ലി പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി പ്രിലിംസ് ആയിക്കോട്ടെ മെയിൻസ് ആയിക്കോട്ടെ അതിന്റെ പ്രാക്ടീസ് സെഗ്മെന്റിൽ കാര്യമായിട്ട് ഇപ്പം പ്രിലിംസ് ആണെങ്കിൽ പോലും എന്നോട് കുറെ കുട്ടികൾ, നല്ല പൊട്ടൻഷ്യൽ ഉള്ള കുട്ടികൾ പറഞ്ഞിട്ടുണ്ട്, സർ ഒരു മാർച്ചൊക്കെ എത്തുമ്പോൾ അല്ലെങ്കിൽ ഏപ്രിലൊക്കെ എത്തുമ്പോൾ ടെസ്റ്റ് എടുത്ത് തുടങ്ങാം, അതുവരെ ഐ എം നോട്ട് കോൺഫിഡൻറ്റ്, ഐ എം സ്റ്റഡിങ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഈ മെയ് അല്ലെങ്കിൽ ഈ മാർച്ച് ഏപ്രിൽ എത്തുമ്പോഴത്തെ ഭയങ്കരമായിട്ട് അവർ പാനിക് ആവുന്നു. ഈവൻ ദേ കുഡിന്റ് ഡു ജസ്റ്റിസ് ടു ദാറ്റ് സെക്ഷണൽ ടെസ്റ്റ്, സബ്ജക്റ്റ് ടെസ്റ്റ്, ഫുൾ ടെസ്റ്റ്, നത്തിങ്. കുറേ സ്കിപ്പ് ചെയ്യുന്ന എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. പക്ഷെ വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് നേരത്തെ ടെസ്റ്റുകൾ എടുത്ത് പോകുന്ന കുട്ടികൾ, ആൻസേഴ്സ് എഴുതുന്ന അറ്റ്ലീസ്റ്റ് ഒരു 100 ആൻസേഴ്സ് ഒക്കെ എഴുതിയിട്ടുള്ള കുട്ടികൾ, ഐ ഹാവ് സീൻ ദ ചേഞ്ച് ഇൻ ദ സ്കോറിംഗ് പാർട്ട്. സോ ആൻസർ റൈറ്റിംഗ്, കമ്മിങ് ടു ആൻസർ റൈറ്റിംഗ്, അപ്പോൾ ഒരു ഞാൻ ചോദിക്കുന്നത്, വെറ്ററൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ബിഗിനർ ആയിക്കോട്ടെ, ഒരു പർട്ടിക്കുലർ പേപ്പർ 3 hours, 20 questions, 150 words, 250 words, 10+10 questions, ഒരു പേപ്പർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്, ഒബ്വിയസ്ലി യു മൈറ്റ് ഹാവ് കംപ്ലീറ്റഡ് ദ പേപ്പേഴ്സ്, നോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു പേപ്പർ കംപ്ലീറ്റ് ചെയ്യാനും അല്ലെങ്കിൽ 150 words, 250 words പ്രോപ്പറായിട്ട് ആൻസർ ചെയ്യാനും തുടക്കത്തിലെ ശീലിക്കേണ്ട കാര്യങ്ങൾ എന്തായിരിക്കും? സർ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എത്ര പ്രാക്ടീസ് ചെയ്താലും ഈ ക്ലിയർ ചെയ്യുന്നവരും ക്ലിയർ ചെയ്യാൻ പറ്റാത്തവരായിട്ടുള്ള മെയിൻ ആയിട്ടുള്ളൊരു ഇതെനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ എക്സാം ഹാളിലെ പ്രഷർ താങ്ങാൻ പറ്റാത്ത ഒരു കൂട്ടരുണ്ട്. അവർക്ക് എത്ര അറിയാമെങ്കിലും എത്ര എഴുതാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിലും അത് താങ്ങാൻ പറ്റില്ലെങ്കിൽ അവർക്ക് അന്ന് നന്നായി പെർഫോം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് എന്താ വെച്ചാൽ ആദ്യം തൊട്ടേ ഞാനിപ്പോ PTS ആയിക്കോട്ടെ MTS ആയിക്കോട്ടെ എടുക്കുമ്പോൾ വീട്ടിലിരുന്ന് എടുക്കാറില്ല, പോയി ഒരു എക്സാം സെന്റർ അറ്റ്മോസ്ഫിയറിൽ തന്നെ ഇരുന്ന് എടുക്കാറുള്ളൂ. സോ അതുകൊണ്ട് ഐ വിൽ ബി യൂസ് ടു ഇറ്റ്. അതുകൊണ്ട് ആ ഒരു പ്രഷർ എന്നെ അധികം എന്നെ അതിന് അധികം എഫക്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള മൈൻഡ് സെറ്റ് ഞാൻ ഉണ്ടാക്കിയെടുത്തു. സോ അത് ചെയ്യുമ്പോൾ മെയിൻലി നമുക്ക് ചെയ്യേണ്ടത് വരുന്ന എന്താന്ന് വെച്ചാല് നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഉണ്ട് നമ്മുടെ കയ്യിൽ. ആ 2 hours അല്ലെങ്കിൽ 3 hours നമുക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് ബെസ്റ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. ആ സമയത്ത് എന്തൊക്കെയോ വരാം, നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരാം, പക്ഷെ അതൊന്നും നമ്മളെ എഫക്ട് ചെയ്യാറുന്നില്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. പിന്നെ ഞാൻ ചെയ്തിട്ടുള്ള എന്താന്ന് വെച്ചാല് എനിക്ക് ടോപ്പിക് അറിയില്ല അല്ലെങ്കിൽ ഒട്ടും തന്നെ അതിനെപ്പറ്റി ഒരു ബോധം ഇല്ലെങ്കിൽ പോലും ഞാൻ ടെസ്റ്റ് എടുക്കാൻ ശ്രമിച്ചിരുന്നു. ഇപ്പൊ പ്രിലിംസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഒരു പക്ഷെ നമുക്കൊരു ടോപ്പിക് അറിയാതെ തന്നെ അതിലുള്ള വേർഡ്സ് UPSCയുടെ വേർഡ്സുമായിട്ടും ലാംഗ്വേജുമായിട്ടും നമ്മൾ ഒരുപാട്
പരിചയപ്പെട്ടവരാണെങ്കിൽ ഒരു പക്ഷെ ആ വേർഡ്സിൽ നിന്നൊക്കെ തന്നെ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും 4 ഓപ്ഷനിൽ ഏതാണെന്നുള്ളത്. സോ അത്തരത്തിലെങ്കിലും ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള രീതിയിൽ കണ്ടുപിടിക്കാൻ പറ്റും. മെയിൻസ് ആണെങ്കിൽ അഗെയിൻ ഇപ്പോ നമ്മൾ എത്ര പഠിച്ചിട്ട് പോയാലും കുറച്ച് ബൗൺസർ ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. അപ്പൊ അത് നമ്മൾ എങ്ങനെ ടാക്കിൾ ചെയ്യുമായിരിക്കും? നമ്മൾ ഇതുപോലെ ഒന്നും അറിയില്ല, എന്തറിയാം, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ഒരു ക്വസ്റ്റ്യനിൽ വാട്ട് ആർ ഫോർട്സ് എന്ന് പറഞ്ഞിട്ട് ജോഗ്രഫിയിൽ 24 ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. സോ അത് ആർക്കും അറിയില്ല. പക്ഷെ അതിന്റെ സെക്കൻഡ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ വാസ് ഹൗ ദ പിക്ചറസ്ക് ഫോം ഓഫ് ദാറ്റ് ലാൻഡ് ഫോം ഈസ് എഫക്ടിങ് ഓർ അട്രാക്ടിങ് ടൂറിസ്റ്റ് എന്നുള്ളൊരു ഭാഗത്തിലാണ്. സോ വി ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് ഫോർട്സ്. അപ്പൊ നമ്മൾ ആകെ മനസ്സിലാക്കുക ഇതൊരു പിക്ചറസ്ക്യൂ ലാൻഡ് ഫോം ആണ്, അവിടെ ഒബ്വിയസ്ലി ടൂറിസ്റ്റുകൾ വരും. പിക്ചറസ്ക്യൂ ആകുമ്പോൾ തന്നെ ആൻഡ് ദ ക്വസ്റ്റ്യൻ ഓൾസോ ഗേവ് സം ഐഡിയ അബൌട്ട് ഇതൊരു വാട്ടറും ലാൻഡുമായിട്ട് ബേസ് ചെയ്തുള്ള ഒരു സാധനമാണ്. സോ അവിടെ ഒരു വാട്ടറും ലാൻഡും ആയിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ട്. സോ മേ ബി അവിടെ ഒരു ഇക്കോട്ടോൺ ഉണ്ടാവാം. അതുപോലെ തന്നെ ഒരു കുറച്ച് വെജിറ്റേഷൻസ് കൂടുതൽ ഉണ്ടാവാം, എഡ്ജ് എഫക്ട് വരുന്നത് കൊണ്ട്. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സെക്കൻഡ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ കിട്ടിയേക്കാം. ഒരു ക്വസ്റ്റ്യൻ അറിയില്ല, വേർഡ് അറിയില്ല എന്ന് വെച്ചിട്ട് അത് വിട്ടുപോവാണ്ട് അറിയാത്ത കാര്യങ്ങൾ എങ്ങനെ ബാക്കിയുള്ള ഭാഗങ്ങൾ എന്തെങ്കിലും കിട്ടിയാൽ വായിച്ചെടുക്കുക, അത് എഴുതാൻ പറ്റുക എന്നുള്ളതായിരുന്നു എന്റെ ഒരു സ്ട്രാറ്റജി. ബിക്കോസ് ഐ എം എ പേഴ്സൺ ഹു സ്റ്റാർട്ടഡ് ഓഫ് വെരി ലേറ്റ്. 2024 ഓഗസ്റ്റ് ലാസ്റ്റ് ആണ് ഞാൻ എന്റെ പ്രിപ്പറേഷൻ തുടങ്ങുന്നത്. അപ്പൊ പല എക്സാം എഴുതുമ്പോഴും എന്റെ പോർഷൻസ് ഒന്നും കംപ്ലീറ്റ് ആയിട്ടുണ്ടാവില്ല. ഞാൻ കംപ്ലീറ്റ് ആയില്ലെങ്കിലും ആൻസർ എഴുതും. മാർക്ക് എത്ര വരുന്നു എന്നുള്ളത് ഒരിക്കലും ഞാൻ കാര്യമാക്കിയിട്ടില്ല. ഞാൻ ചെയ്തിരുന്നത് എനിക്ക് കഴിഞ്ഞ തവണ ചെയ്യാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ നന്നായിട്ട് ക്വസ്റ്റ്യൻസ് ഇപ്പൊ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം മാത്രമാണ്. മാർക്ക് മാറിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു. there were exams where I got 40. There were exams where I got 120. So അതിന്റെ ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ആകെ ചെയ്ത ഓരോ ക്വസ്റ്റിനും ഞാൻ എങ്ങനെ ചെയ്തു എന്നുള്ള അനാലിസിസ് മാത്രം ചെയ്തു എന്നുള്ളതാണ്. അല്ലാണ്ട് മാർക്സ് ആസ് എ ഹോൾ ഞാൻ അങ്ങനെ കൺസിഡർ ചെയ്തിട്ടില്ല. എനിക്ക് ആദ്യമേ പറയാനുള്ളത്, നമുക്ക് എത്ര അറിയില്ല എന്ന് തോന്നുകയാണെങ്കിലും ക്വസ്റ്റ്യൻസ് ലൈക്ക് എക്സാം ഹാളിൽ എൻവയോൺമെന്റുള്ള ഒരു സ്ഥലത്ത് പോയി എക്സാം അറ്റൻഡ് ചെയ്യുക, ആ ഒരു ഹാബിറ്റ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളത്. ഇനിയിപ്പോ ചോദിക്കുന്നത് ഇറ്റ്സ് ലൈക്ക് ഒരുപാട് പേര് അറിയാൻ ആഗ്രഹിക്കുന്ന വേറൊരു എലമെന്റ്. ഇപ്പൊ നമ്മൾ സ്ഥിരം ഒരുപാട് ടോപ്പേഴ്സ്, മെന്റേഴ്സ്, എക്സ്പേർട്സ് സ്ഥിരം പറയുന്ന കുറെ കൺവെൻഷണൽ മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ ഉണ്ട്, അല്ലെങ്കിൽ സ്ട്രാറ്റജീസ് ഉണ്ട്. യു ആർ ഓൾസോ ഫെമിലിയർ വിത്ത് ദാറ്റ്. ഞാൻ ചോദിക്കുന്നത് അതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട്, വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഒരു അൺകൺവെൻഷണൽ ആയിട്ടുള്ള ഒരു പർട്ടിക്കുലർ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി അതിഥി ഫോളോ ചെയ്തിരുന്നോ ടു ക്ലിയർ ഇൻ ദ ഫസ്റ്റ് അറ്റംപ്റ്റ്? അൺകൺവെൻഷണൽ മേ ബി ഞാൻ പറയും കുറെ കാര്യങ്ങൾ എന്റെ പ്രിപ്പറേഷനിൽ അൺകൺവെൻഷണൽ ആണ്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ആൻസർ റൈറ്റിംഗ് നേരത്തെ തുടങ്ങിയ ഒരാളല്ല ഞാൻ. പ്രിലിംസ് കഴിഞ്ഞിട്ടുള്ള 2 മാസത്തിൽ ആൻസർ റൈറ്റിംഗ് ഡിഫൈൻ ചെയ്തെടുത്ത് അങ്ങനെ ചെയ്ത ആളാണ്. സോ അത് ഒരു കാര്യം. പക്ഷെ ആ 2 മാസത്തിൽ ഞാൻ കഴിയാവുന്ന അത്ര ആൻസേഴ്സ് എഴുതി എന്നുള്ളത് കൊണ്ടാണ് നേരത്തെ ചെയ്യാൻ പറ്റാത്ത പ്രാക്ടീസ് എനിക്കിപ്പോ കിട്ടിയത്. പിന്നെ ഞാൻ ചെയ്തൊരു കാര്യം എന്താ വെച്ചാൽ സ്റ്റാൻഡേർഡ് ബുക്സ് റെഫർ ചെയ്തിട്ടില്ല. പൊളിറ്റിക്ക് വേണ്ടി ലക്ഷ്മികാന്തിലെ 1-2 ചാപ്റ്റേഴ്സ് റെഫർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ ഐ സോൾലി ഡിപ്പെൻഡഡ് ഓൺ മൈ ഓൺ നോട്ട്സ്, ലെക്ചർ നോട്ട്സ് ആയിരിക്കും അത്. സോ അതിൽ ഞാൻ എനിക്ക് കിട്ടിയതിനെ വിശ്വസിച്ചു, അത്രയും മതി എന്നുള്ള കാര്യം വിശ്വസിച്ചിട്ട് ടെസ്റ്റുകൾ എടുക്കുമ്പോൾ എന്തെങ്കിലും എക്സ്ട്രാ പോയിന്റ്സ് കിട്ടിയാൽ അത് എഴുതി വെക്കുന്നല്ലാണ്ട് സ്റ്റാൻഡേർഡ് ബുക്സിനെ റെഫർ ചെയ്തിട്ടില്ല. ഞാൻ എന്റെ കണ്ടന്റിനെ വിശ്വസിക്കുക, അത് വീണ്ടും റിവൈസ് ചെയ്യാന്നുള്ള കാര്യമാണ് യൂസ് ചെയ്തത്. പിന്നെ ഞാൻ ചെയ്ത എന്താ വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുഞ്ഞുകാല തൊട്ടേ പത്രം വായിക്കുന്ന ശീലം ഉള്ളത് കൊണ്ട് കുറെ കാര്യങ്ങളൊക്കെ പെക്യുലർ ആയിട്ടുള്ളത് നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവും. അത് ഞാൻ എന്റെ പേപ്പേഴ്സിൽ എക്സാമ്പിൾ ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഇപ്പോ കാണുന്ന എക്സാമ്പിൾസ് എല്ലാരും യൂസ് ചെയ്യുന്നുണ്ട്, അതും ഞാൻ എടുക്കുന്നുണ്ടായിരുന്നു. ബട്ട് പണ്ടത്തതും കൂടി എടുക്കുമ്പോൾ അതിനൊരു എല്ലാവരും എഴുതാത്തൊരു ഫാക്ടർ എന്റെ പേപ്പറിൽ ഉണ്ടാവും. ആൻഡ് ഐ ഡെഫിനറ്റ്ലി തിങ്ക് ദാറ്റ് ഹെൽപ് മീ ഔട്ട്. ഓക്കേ, ദാറ്റ്സ് ഗ്രേറ്റ്. നൗ കമ്മിങ് ടു നമ്മുടെ നമുക്കറിയാം മെയിൻസിലേക്ക് വരുമ്പോഴത്തേക്കും വി ഹാവ് സം ഒരു എഡ്ജ് കിട്ടുന്ന പേപ്പർ, വേർ ഈസ് എത്തിക്സ് ഈസ് ദർ, എസ്എ ഈസ് ദർ, ഓപ്ഷണൽ ഈസ് ദർ. ഓക്കെ, കമ്മിങ് ടു ഓപ്ഷണൽ സൈഡ്, ഓപ്ഷണൽ വേണ്ടിയിട്ടൊരു എക്സ്ട്രാ എഫേർട്ട് അല്ലെങ്കിൽ ഓപ്ഷണൽ ഒരു സ്ട്രാറ്റജി എന്തായിരുന്നു? എന്റെ ഓപ്ഷണൽ മലയാളം ലിറ്ററേച്ചർ ആണ്. മലയാളം ലിറ്ററേച്ചറിനോട് കുഞ്ഞുനാളിൽ തൊട്ടേ ഉള്ള ഒരു ഇഷ്ടം കാരണമാണ് ഞാനത് എടുത്തത്. ആൻഡ് ഞാനത് എടുക്കുന്നതിന് മുന്നേ തന്നെ സിലബസ് നോക്കിയിരുന്നു, എനിക്ക് പഠിക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കിയിരുന്നു. പേപ്പർ 1 കുറച്ച് പാടായിട്ട് തോന്നിയെങ്കിലും പേപ്പർ 2 മിക്കതും കുഞ്ഞുനാളിലൊക്കെ നമ്മൾ വായിച്ച ബുക്സ് ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അത് എടുത്തത്.
And when I came to optional again, and the preparation was mostly crammed between the 2 months Okay. after prelims and before mains. Okay. അപ്പൊ ഞാൻ ചെയ്തത് എന്താന്ന് വെച്ചാല് എന്റെ സിലബസിനെ നന്നായി ഐഡന്റിഫൈ ചെയ്ത് ഉം. പേപ്പർ 1 നമുക്ക് യൂഷ്വലി ചോദിക്കുക ഭാഷയുടെ ചരിത്രം, സാഹിത്യത്തിന്റെ ചരിത്രം, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. Okay. സെക്കൻഡ് പേപ്പറിലാണ് നോവൽസും കഥകളും കവിതകളും ഒക്കെ പഠിക്കാനുള്ളത്. Okay. Okay. ഫസ്റ്റ് പേപ്പറിനെ ഞാൻ സിലബസിനെ നന്നായി ഐഡന്റിഫൈ ചെയ്ത് കൂടാഞ്ഞിട്ട് അതിനെ എന്റെ സാറിന്റെ സഹായത്തോടു കൂടി മൈക്രോ സിലബസ് ആയി തിരിച്ച് Okay. അതിന്റെ ഓരോ സബ് നോട്ട്, ഇപ്പോ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ആ. പാട്ട് എന്ന് പറയുന്നത് മലയാളം ഓപ്ഷണലിലുള്ള ആദ്യത്തെ തന്നെ ഒരു ഭാഗമാണ്. Okay. അപ്പൊ അതിനെ ഞാൻ സാറ് എനിക്ക് തിരിച്ചു തന്നതാണ് ആദ്യകാല പാഠകൃതികൾ, മധ്യകാല പാഠകൃതികൾ, പിൽക്കാല പാഠകൃതികൾ. Okay. Okay. ഇതിന്റെ തന്നെ സാഹിത്യ പ്രത്യേകത, ഉം. സാമൂഹിക പ്രത്യേകത, ഭാഷാ പ്രത്യേകത, ഇത് Okay. മൂന്നും പഠിച്ചു. Okay. അപ്പൊ ഇത് മൂന്നും പഠിച്ചു കഴിഞ്ഞാല് ആദ്യകാല പാഠകൃതിനെ പറ്റിയോ അതിലുള്ള ഏതെങ്കിലും ഒരു കൃതിനെ പറ്റിയോ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എഴുതാൻ ഒരു ബേസ് കണ്ടന്റ് ഉണ്ട്. Yes. Yes. അതിന്ന് പിന്നെ എനിക്ക് ആ ഒരു പ്രത്യേക കൃതിനെ പറ്റി ചോദിച്ചാൽ അതിനെ പറ്റി കുറച്ച് എഴുതിയാൽ മതി, അല്ലെങ്കിൽ Yes. അതിന്റെ കർത്താവിനെ പറ്റി കുറച്ച് എഴുതിയാൽ മതി. Okay. Okay. അപ്പോഴേക്കും എന്റെ ആൻസർ കിട്ടും. Okay. അപ്പൊ വായിക്കുന്ന ആൾക്ക് ഒരു ഐഡിയ ഉള്ള ആൾ എഴുതിയ ആൻസർ പോലെ തോന്നുകയും ചെയ്യും. എന്നാൽ അറ്റ് ദ സെയിം ടൈം എന്റെ ആൻസർ ബാക്കിയുള്ളവരുടെ ഉള്ള കാര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. Okay. അങ്ങനെ Okay. ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു. സോ Fine. എല്ലാ സബ്ജക്റ്റും പഠിച്ചപ്പോൾ സിലബസിനെ ആഴത്തി മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്തത്. Okay. അതിനുശേഷം അതിൽ ബിൽഡപ്പ് ചെയ്തു. Fine. ഓപ്ഷണലും അത് തന്നെയാണ് ചെയ്തത്. Okay. Now coming to essay paper, mostly we have nowadays like a highly philosophical, hypothetical, metaphorical topics they give in the essay. So essay ഇപ്പോഴും കുറെ കുട്ടികൾക്ക് ഒരു കൺസേൺ ആണ്. ഇൻഫാക്ട് അവർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ വെച്ചാൽ പ്രാക്ടീസ് ചെയ്യുന്നില്ല. But still coming to these 1200 words or multiple dimensions and smooth transitioning from paragraph to paragraph or interlinking these various angles, അതൊക്കെ പലർക്കും ഇപ്പോഴും കൺസേൺ ആണ്. അപ്പൊ അതിന് ഭയങ്കര ഡെലിബറേറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഓൾറെഡി ലൈക്ക് അത് ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് യൂഷ്വലി അങ്ങനെ സംഭവിച്ചതാണോ എസ് എ റൈറ്റിംഗ്? എസ്സേക്ക് ഒരു ഡെലിബറേറ്റ് സ്ട്രാറ്റജി ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഐ എം കമ്മിങ് ഫ്രം എ ലിറ്ററേച്ചർ ബാക്ക്ഗ്രൗണ്ട്. Okay. അഗൈൻ ഓപ്ഷണൽ വാസ് ഓൾസോ മലയാളം ലിറ്ററേച്ചർ. ഐ ഡിഡ് മൈ ഗ്രാജുവേഷൻ ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. അതുകൊണ്ട് എസ്സേ എഴുതുന്നത് എനിക്ക് ഓർഗാനിക്കലി തന്നെ വരുന്ന ഒരു കാര്യമായിരുന്നു. Okay. പക്ഷെ ഞാൻ അതിനെ ഇംപ്രൂവ് ചെയ്യാൻ ചെയ്തത് ഡെലിബറേറ്റ്ലി ഇങ്ങനെ ഇൻട്രൊഡക്ഷൻ ആൻഡ് കൺക്ലൂഷനെ ഒരുമിച്ച് കൊണ്ടുവരാം. ഇപ്പോ ഐ റെഫേർഡ് സോ മെനി ടോപ്പേഴ്സ് കോപ്പീസ്. അപ്പൊ അതിൽ ഞാൻ കണ്ട ഒരു മെയിൻ കാര്യമാണ് ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും. ഇപ്പൊ ഒരു കഥ വെച്ചിട്ടാണ് ഇൻട്രൊഡക്ഷൻ തുടങ്ങുന്നതെങ്കിൽ ഏകദേശം ആ കഥ വെച്ച് തന്നെ കൺക്ലൂഷനും എഴുതുന്ന രീതിയിൽ. Okay. അപ്പോ നമ്മുടെ എസ്സേ വളരെ ഒരു റൗണ്ടഡ് ഫീലിംഗ് കിട്ടും. എവിടെ തുടങ്ങിയോ അവിടെ തന്നെ എൻഡ് ചെയ്തു. Yes. അല്ലെങ്കിൽ ഒരു പ്രോബ്ലം വെച്ചിട്ട് ഒരു കഥ തുടങ്ങി അതിന്റെ ഒരു സൊല്യൂഷൻ കിട്ടുന്നത് പോലെ അതേ കഥ വെച്ച് എൻഡ് ചെയ്തു എന്ന് പറയുമ്പോൾ Okay. നമ്മൾ വേണമെന്ന് വെച്ച് എഴുതിയതാണ് എസ്സേ എന്ന് പറയുന്ന ഒരു ഫീലിംഗ് കിട്ടും. Okay. പിന്നെ രണ്ടാമത്തെ കാര്യം, വായിക്കുന്ന ആൾ ഒരു 12 പേജ് ഒക്കെ വായിച്ചു കഴിയുമ്പോൾ മേ ബി ദിൽ ഫൊർഗെറ്റ് എവിടെ നിന്നാണ് വായിച്ചു തുടങ്ങിയെന്ന്. Okay. സോ അവർക്ക് ആ അതേ കഥയിൽ വായിച്ച് വീണ്ടും അപ്പൊ അവർ ഫസ്റ്റ് പേജിലേക്കാണ് തിരിച്ചു പോവുക. Okay. തീർന്നെടുത്ത് തന്നെ തുടങ്ങി കഴിയുമ്പോൾ വീണ്ടും അവർക്കത് മേ ബി ഓർമ്മ വരാൻ എളുപ്പമായിരിക്കും. Okay. Okay. ആ ഒരു സാധനം യൂസ് ചെയ്തു. പിന്നെ ഫ്ലോ കൊണ്ടുവരാനായിട്ട് ഈ കണക്ടിങ് വേർഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഫ്ലോ ആദ്യം തൊട്ടേ തന്നെ എസ്സേയിൽ ഉണ്ടായിരുന്നു എന്റെ. Okay. അതുകൊണ്ട് അതിനു വേണ്ടി ഞാൻ അധികം വർക്ക് ചെയ്തിട്ടില്ല. Okay. പിന്നെ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഡേറ്റാസ് ഇടുന്ന കാര്യങ്ങൾ ഞാൻ യൂഷ്വലി ഫിലോസഫിക്കൽ എസ്സേസ് ആണ് എഴുതാൻ എനിക്ക് കൂടുതൽ പറ്റുക, Okay. Okay. GS ബേസ്ഡ് എസ്സേനെക്കാളും. അപ്പൊ GS ബേസ്ഡ് എസ്സേ എഴുതി പഠിക്കാൻ വേണ്ടി ചെയ്തത് എന്താ വെച്ചാല് ഈ ഡേറ്റാസ്, ഇപ്പൊ വിമനെ പറ്റിയാണെങ്കിൽ നമ്മൾ വിമനെ പറ്റി ഗവേണൻസിലും ഒക്കെ ഒരുപാട് ഡേറ്റാസ് പഠിക്കുന്നുണ്ട്. ഇത് Okay. പക്ഷെ എസ്സേയിൽ കൊണ്ടുവരുമ്പോൾ ഡേറ്റ ആയിട്ട് എഴുതിയാൽ ഒരു രസമില്ല. അപ്പൊ അതിനെ കുറച്ച് കറണ്ട് റിയാലിറ്റി ആയിട്ട് കണക്ട് ചെയ്തിട്ടായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത്. Okay. അപ്പൊ വായിക്കുന്ന ആൾക്കാർ ഡേറ്റ വായിക്കുന്ന പോലെ തോന്നില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം ഞാനൊരു ഡേറ്റയാണ് അവിടെ എഴുതിയിരിക്കുന്നത് Okay. എന്നുള്ള രീതിയിലുള്ള ഒരു സാധനം കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. ഇതാണ് ഞാൻ എസ്സേക്ക് ചെയ്തത്. Okay. So in like it's a reality that okay, coming to civil service preparation, it's like maybe ചില ആസ്പിറൻസ് ക്ലിയർ ചെയ്യുന്നത് സെക്കൻഡോ തേർഡോ ഫോർത്ത് അറ്റംപ്റ്റ് ഒക്കെ ആയിരിക്കും. അപ്പം there are lots of aspirants, they're confused whether we should set a plan B, C, D, etc. എന്തായിരുന്നു അതിഥിക്ക് അങ്ങനെ ഒരു പ്ലാൻ ബി ഉണ്ടായിരുന്നു? ഐ മീൻ വാട്ട് ഇഫ് ക്ലിയർ ചെയ്തില്ലെങ്കിൽ yes there is a plan B or plan C, അങ്ങനെ or do you recommend an aspirant to set when they prepare for civil services simultaneously they should have plan B, plan C, അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ?
സർ എന്റെ പേഴ്സണൽ കഥ പറയുകയാണെങ്കിൽ സിവിൽ സർവീസ് കുഞ്ഞുകാലം മുതലുള്ള എന്റെ ആഗ്രഹമായിരുന്നു. സോ എനിക്ക് അതെന്തായാലും നേടണം എന്നുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. ബട്ട് അറ്റ് ദ സെയിം ടൈം റിയലിസ്റ്റിക്കലി ഒരു പ്ലാൻ ബി വെക്കേണ്ടതും അത്യാവശ്യമാണ്. ആൻഡ് ആസ് ഐ സെഡ് ഞാൻ ലിറ്ററേച്ചർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളാണ്. ആൻഡ് സിവിൽ സർവീസ് പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ ഫിനാൻഷ്യലി എന്റെ കുടുംബത്തിന് അധികം ബേർഡൻ കൊടുക്കരുത് എന്നുള്ളത് കൊണ്ട് തന്നെ ഞാനായി തന്നെ ഒരു ജോലി ചെയ്ത് 2 വർഷം കൊണ്ട് സേവ് അപ്പ് ചെയ്ത മണി കൊണ്ടിട്ടാണ് ഞാൻ എന്റെ സിവിൽ സർവീസ് പ്രിപ്പറേഷൻ ചെയ്തത്. അപ്പോ എനിക്ക് തോന്നിയത് ഞാൻ എന്റെ 23 ഇയേഴ്സ് ഓഫ് ഏജിലാണ് പ്രിപ്പറേഷനിലേക്ക് ഫുള്ളായി മാറിയത്. അപ്പൊ എന്റെ മുന്നിൽ ഉണ്ടായിരുന്നത് രണ്ട് അറ്റംപ്റ്റ് ഞാൻ എന്തായാലും ഇതിനു വേണ്ടി മാത്രം നിന്നിട്ട് കൊടുക്കും. 2 അറ്റംപ്റ്റിലും കിട്ടിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒരു പ്ലാൻ ബിയിലേക്ക് എനിക്ക് പോയേ പറ്റൂ. ഫസ്റ്റ് ഓഫ് ഓൾ ഫിനാൻഷ്യലി നമുക്ക് കുറെ പ്രശ്നങ്ങൾ അപ്പോഴേക്കും തന്നെ വരും എന്നുള്ള കാര്യം കൊണ്ടാണ്. അപ്പോ 2 അറ്റംപ്റ്റ് എങ്കിലും എന്റെ മനസ്സിൽ 2 അറ്റംപ്റ്റ് ആയിരുന്നു. ഓരോരുത്തരുടെയും കപ്പാസിറ്റീസ് ഡിഫർ ചെയ്യും. അപ്പൊ അത് വെച്ചിട്ട് അറ്റ്ലീസ്റ്റ് കൊടുക്കുന്ന അറ്റംപ്റ്റ് ഫുള്ളായി ഇതിനു വേണ്ടി കൊടുക്കുക. നമ്മളൊരു പ്ലാൻ ബി എപ്പോഴും വെച്ചിട്ടുണ്ടെങ്കിൽ മേ ബി അത് വർക്ക്ഔട്ട് ആവണമെന്നില്ല. നമുക്ക് പ്ലാൻ ബി ഉണ്ടല്ലോ ഫോൾ ബാക്ക് ചെയ്യാൻ എന്നുള്ള ഒരു ഇത് വരും. ബട്ട് പ്ലാൻ ബി വേണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് എങ്കിലും സെറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഫുൾ ആയിട്ട് ഇറങ്ങാം. അപ്പൊ ഒരു 2 വർഷത്തെ ഗ്യാപ്പ് കഴിഞ്ഞ് തിരിച്ചു പോകാൻ പറ്റുന്ന രീതിയിൽ അത് ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ അങ്ങനെ ഒരു ഇത് എന്റെ മനസ്സിൽ കണ്ടിട്ടാണ് വന്നത്. ഒരു ബുക്ക് ലിസ്റ്റ് സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഒരു ബുക്ക് ലിസ്റ്റ് എന്തായിരിക്കും? ആസ്പിറൻസിന് കൊടുക്കുന്ന വാട്ട് വുഡ് ബി യുവർ ബുക്ക് ലിസ്റ്റ് ഫോർ ആസ്പിറൻസ് പ്രിപ്പയറിംഗ് ഫോർ 2027? ബുക്ക് ലിസ്റ്റ് ആസ് ഇൻ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതാണോ? Exactly. They must refer or read. As I said, ഞാൻ അധികം സ്റ്റാൻഡേർഡ് ബുക്സ് റെഫർ ചെയ്തിട്ടില്ല. ഞാൻ മോസ്റ്റ്ലി ചെയ്തത് NCERTs ആണ്. അതും ബേസ് പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്ന സബ്ജക്ട്സിൽ 6ാം ക്ലാസ് തൊട്ടും അല്ലാത്ത സബ്ജക്ട്സിൽ 8ാം ക്ലാസ് തൊട്ടും. NCERTs എന്തായാലും വായിച്ചിരിക്കണം എന്നാണ് ഞാൻ പറയുള്ളൂ. കാരണം പ്രിലിംസിനായിക്കോട്ടെ മെയിൻസിനായിക്കോട്ടെ NCERT ഡയറക്ട്ലി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. സോ ഒബ്വിയസ്ലി അത് വേണം. പിന്നെ ലക്ഷ്മികാന്തിലെയും കുറച്ച് പോർഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അറ്റ്ലസ് വെച്ചിട്ടാണ് മാപ്പിങ്ങും ജോഗ്രഫിയും മെയിൻലി ഞാൻ പഠിച്ചത്. സോ ഇതൊക്കെയാണ് ഞാൻ യൂസ് ചെയ്തത്. സോ ഇതൊക്കെ വേണ്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ തന്നെ കണക്ട് ചെയ്ത് ചോദിച്ചോട്ടെ, ജോഗ്രഫി മാപ്പിങ്ങിന് വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ ലൈക്ക് യു ഡു ദിസ് അല്ലെങ്കിൽ യു ക്യാൻ ഡു ദിസ് അങ്ങനെ പറയുന്ന എന്തെങ്കിലും ഒരു എലമെന്റ് ഉണ്ടോ? ഫോർ മാപ്പിംഗ് പാർട്ട് ദർ ഈസ് അഡീഷണൽ പ്രാക്ടീസ് ദേ ഷുഡ് ഹാവ്. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ ചെയ്തത് മാപ്പിങ്ങിന് ആദ്യം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ജോഗ്രഫി ക്ലാസ്സിലിരുന്നപ്പോ മനസ്സിലായിരുന്നു. പിന്നീട് ഈ യൂട്യൂബില് കുറച്ച് മാപ്പിംഗ് ക്ലാസ്സസ് ഉണ്ടാവും. ചില മെയിൻ ടീച്ചേഴ്സ് ഉണ്ട്. അവർ ഹിന്ദിയിലൊക്കെ പറയുന്നതായിരിക്കും കൂടുതൽ. സോ അത് കേട്ടിട്ടാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഹിന്ദി പ്രശ്നമുള്ളവർക്ക് ഇംഗ്ലീഷ് ക്ലാസ്സസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല. ഐ റെഫേർഡ് ഹിന്ദി ക്ലാസ്സസ്. സോ അത് വെച്ചിട്ട് ആ ഒരു കണ്ടംപററി ടൈമിൽ എന്തെങ്കിലുമൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളുള്ള സ്ഥലങ്ങൾ നോക്കി വെച്ചിരുന്നു. പിന്നെ അഗൈൻ പത്രം വായിക്കുമ്പോൾ ഡെയിലി നമ്മൾ വീണ്ടും വീണ്ടും കാണുന്ന സ്ഥലങ്ങളെയും അഡ്രസ് ചെയ്ത് ലൈക്ക് അതിനെ ഐഡന്റിഫൈ ചെയ്ത് വെച്ചിരുന്നു. പിന്നെ ഞാൻ മാപ്പിംഗ് പഠിച്ചത് കുറച്ച് വരച്ചിട്ടൊക്കെയാണ്. എനിക്ക് വരയ്ക്കാനും എഴുതാനും കുറച്ച് ഇഷ്ടമാണ്. സോ അത് ചെയ്യുമ്പോൾ എന്റെ മസിൽ മെമ്മറിയിൽ അത് കിടക്കുകയും ചെയ്യുന്നുള്ളത് കൊണ്ട് ഞാനിപ്പോ യുക്രൈൻ ആണ് പഠിക്കുന്നത്, യുക്രൈന്റെ ചുറ്റുമുള്ള രാജ്യങ്ങളാണ് പഠിക്കുന്നതെങ്കിൽ യുക്രൈന്റെ മാപ്പ് വരച്ച് അതിന്റെ ചുറ്റുമുള്ള രാജ്യങ്ങളൊക്കെ അടയാളപ്പെടുത്തി അങ്ങനെ തന്നെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. സോ അതൊരു പിക്ചർ മെമ്മറി പോലെ കിടക്കുമായിരുന്നു. ഓക്കെ, ലാസ്റ്റ് നോട്ട് ലീസ്റ്റ് നമ്മുടെ ഒരു ഇന്റർവ്യൂ, അതിന്റെ ഒരു ഇന്റർവ്യൂന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? എന്റെ ഇന്റർവ്യൂ വാസ് ഓൺ 19th of January 2026. ഓക്കെ. ആൻഡ് ദിനേശ് ദാസ സാറിന്റെ ബോർഡായിരുന്നു എനിക്ക് കിട്ടിയത്. ആൻഡ് ഇറ്റ് സ്റ്റാർട്ടഡ് ഓഫ് വെരി ടെൻഷൻ ഫ്രീ ആയിട്ടൊക്കെ. എസ്പെഷ്യലി ഐ തിങ്ക് ബിക്കോസ് ഐ വാസ് എ ഫസ്റ്റ് അറ്റംപ്റ്റർ, അവര് കുറച്ച് ഫ്രീ ആക്കി വെക്കാൻ നോക്കിയിരുന്നു. ആൻഡ് ഹി ആസ്ക്ഡ് മീ സോ മെനി ക്വസ്റ്റ്യൻസ്. എന്റെ ഇന്റർവ്യൂ ഒരു 35 to 40 minutes ഓളം പോയിരുന്നു. സാർ ആദ്യം കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് ബോർഡിലുള്ള എല്ലാവരും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് വീണ്ടും സാർ എന്നോട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അങ്ങനെയൊക്കെയാണ് കഴിഞ്ഞു പോയത്. നല്ല ഇന്റർവ്യൂ ആയിരുന്നു, കോഡിയൽ ബോർഡായിരുന്നു. ഞാൻ മോക്ക് ഇന്റർവ്യൂ എടുത്തതിനേക്കാളും ടെൻഷൻ ഫ്രീ ആയിട്ട് എനിക്ക് മെയിൻ ഇന്റർവ്യൂ കൊടുക്കാൻ പറ്റും. അവർ നമ്മളെ ഏറ്റവും കംഫർട്ടബിൾ ആക്കിയാണ് വെക്കുക. നമ്മള് എല്ലാ ആൻസറും പറയണം എന്നുള്ള രീതിയിൽ തന്നെ. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് തോന്നിയത് എന്താന്ന് വെച്ചാല് ഡാഫിൽ നിന്നുള്ള കീവേഡ്സ് എടുത്തിട്ട് കേരളയുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് എന്നോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചത്. അങ്ങനെ ആണ് എനിക്ക് തോന്നിയത്. ആൻഡ്
ഐ ഡോണ്ട് തിങ്ക് ദേ റാൻഡംലി മെയ്ഡ് അപ്പ് ദ ക്വസ്റ്റ്യൻ അപ്പൊ തന്നെ. ഉം. എല്ലാവരുടെ കയ്യിലും ഒരു പീസ് ഓഫ് പേപ്പറോ ഒരു ലാപ്ടോപ്പോ ഉണ്ടായിരുന്നു. ഉം. ആൻഡ് അതിൽ നോക്കിയാണ് എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചത്. Okay, സോ ഐ okay, തിങ്ക് ദേ ഹാവ് ഓൾറെഡി മെയ്ഡ് അപ്പ് ദ ക്വസ്റ്റ്യൻസ് Okay. ആൻഡ് ദെൻ ആസ്ക്ഡ്. okay, fine. ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസും ഇല്ലായിരുന്നു, Okay, ഒന്നോ okay. രണ്ടോ ഉണ്ടായിരുന്നു. Okay, okay, okay. Nice, great. So once again, congratulations for your success. താങ്ക് യു സോ നമ്മുടെ ഒരു കോമൺ ഓഡിയൻസിനോട് എന്താണ് ലൈക്ക് അതിലേക്ക് പറയാനുള്ളത് ആസ് എ മെസ്സേജ് ഫോർ ഓൾ ആസ്പയറിംഗ് സ്റ്റുഡൻസ്, I mean, who want to crack it in the first attempt or in 2027, 2028? എനിക്ക് പറയാനുള്ളത്, സിവിൽ സർവീസ് ഈസ് എ പ്രസ്റ്റീജിയസ് എക്സാം. ആൻഡ് ഇപ്പോൾ ഒരുപാട് തവണ എഴുതി കിട്ടാത്ത ആൾക്കാരോടാണെങ്കിൽ ഇത് ഒരു എക്സാം മാത്രമല്ല നിങ്ങളുടെ ഫ്യൂച്ചറിനെ ഡിഫൈൻ ചെയ്യുന്നത്, നിങ്ങളെന്നുള്ള ആളെ ഡിഫൈൻ ചെയ്യുന്നത്. ഈ ഒരു ജേർണിയിൽ നിങ്ങൾക്ക് ഒരുപാട് അറിവ് കിട്ടിയിട്ടുണ്ടാവും. അത് ഒരുപാട് റെലംസിൽ നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. അതിനെ നന്നായിട്ട് യൂസ് ചെയ്യുക. ഇൻ കേസ് ഇഫ് യു ആർ ഗോയിങ് അവേ ഫ്രം ദിസ് ജേർണി, പുതിയതായി വരുന്ന ആൾക്കാരോട് പഠിച്ചാൽ കിട്ടാത്ത എക്സാം ഒന്നും അല്ല ഇത്. ലൈക്ക് ഞാൻ തന്നെ ഓഗസ്റ്റിൽ തുടങ്ങി 6 months കൊണ്ട് പ്രിലിംസ് ക്രാക്ക് ചെയ്ത് ആ ഒരു പോക്കിൽ തന്നെ എല്ലാം ക്രാക്ക് ചെയ്ത ഒരാളാണ്. സോ നമ്മൾ നമ്മുടെ 100% ഇട്ടാൽ ഉറപ്പായിട്ട് നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപാട് കാട് കയറി പഠിക്കാതിരിക്കുക. നമ്മളെപ്പോഴും വിചാരിക്കുന്ന ഒരു മിസ്കൺസെപ്ഷൻ ആണ് സൂര്യന് താഴെയുള്ള എല്ലാം UPSC ചോദിക്കുമെന്ന്. അങ്ങനെയൊന്നുമില്ല. UPSCക്ക് ഒരു ഡിഫൈൻഡ് സിലബസ് ഉണ്ട്. അതിൽ നിന്ന് PYQs അനലൈസ് ചെയ്ത് ഉള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ തന്നെ ഏകദേശം എല്ലാം സെറ്റാണ്. പിന്നെ എല്ലാം നമ്മൾ അന്നത്തെ ഒരു ദിവസത്തിനെ എങ്ങനെ അഭിമുഖീകരിക്കുന്നു എന്നുള്ളത് ബേസ് ചെയ്തും കൂടി ഇരിക്കും. ഒരു പക്ഷേ നമ്മൾ അറിയാത്ത രീതിയിൽ നമുക്കൊരു പനി വന്നേക്കാം പ്രിലിംസ് എഴുതുന്ന ദിവസം, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസോ ഒക്കെ വരാം. പക്ഷെ എന്നാലും നമ്മൾ ആ ഒരു 2 മണിക്കൂറിനെ, മെയിൻസിലാണെങ്കിൽ 3 മണിക്കൂറിനെ നന്നായി വിനിയോഗിക്കുക. നമ്മൾ എക്സാം ഹാളിൽ കയറി കഴിഞ്ഞിട്ട് നമ്മൾ പഠിക്കാത്ത കാര്യങ്ങളെ പറ്റിയോ ഇനി അത് പഠിച്ചില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ല. എക്സാം ഹാളിൽ കയറി കഴിഞ്ഞാൽ ഞാനാണ് ബെസ്റ്റ് എന്ന് വിചാരിക്കുക, എഴുതുക, അത്ര ചെയ്യാനുള്ളൂ. Thank you so much. Thank you. Gallant IAS, chasing your passion to ace.